നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും തീപ്പൊരി നിറഞ്ഞ കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഇറാനിൽ സൈനിക ഇടപെടൽ പരിഗണനയിലെന്ന അമേരിക്കൻ നിലപാടിനോട് അതേ നാണയത്തിലാണ് ഇറാന്റെ മറുപടി. അമേരിക്കയ്ക്ക് ഒരു യുദ്ധം പരീക്ഷിക്കണമെന്നാണെങ്കിൽ ഞങ്ങളും തയ്യാറെന്നാണ് ട്രംപിന്റെ യുദ്ധ ഭീഷണിയോടുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെയായിരുന്നു പ്രതികരണം പുറത്തുവന്നത്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇറാൻ മന്ത്രിയുടെ മറുപടി. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിച്ചതിനു പിന്നാലെ അമേരിക്കൻ ഇടപെടലിനെ കുറിച്ചുള്ള പരസ്യ ഭീഷണികൾ മേഖല മുഴുവൻ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി പരിഗണനയിലുണ്ടെന്ന സൂചന നൽകിയതോടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. ഇതൊരു നയതന്ത്ര വാഗ്വാദവുമല്ല, മറിച്ച് ഇറാൻ പറയുന്നത് പോലെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാമെന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള മുന്നറിയിപ്പാണ്. ഇറാൻ ഇന്ന് ഒറ്റപ്പെട്ട ഒരു രാജ്യമല്ല. അതിന് ശക്തമായ സൈനിക ശേഷിയും മിസൈൽ സംവിധാനങ്ങളും മേഖലാ തലത്തിലുള്ള സഖ്യങ്ങളുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകൾക്ക് നേരെയുള്ള ഇറാന്റെ സ്വാധീനം ആഗോള ഊർജ വിതരണത്തെ തന്നെ ബാധിക്കുന്നതാണ്. അങ്ങനെയിരിക്കെ ഇറാൻ തുറന്ന യുദ്ധത്തിലേക്ക് കടന്നാൽ അത് അമേരിക്ക ഇറാൻ സംഘർഷമായി മാത്രം ചുരുങ്ങില്ല. ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ, റഷ്യ, ചൈന തുടങ്ങിയ ശക്തികൾ വരെ ഉൾപ്പെടുന്ന ഒരു വിപുലമായ ഏറ്റുമുട്ടലായി മാറാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇറാൻ എന്ത് നീക്കത്തിനും തയ്യാറാണ്. നിലവിൽ വലിയ വിപുലമായ സൈനിക സംവിധാനം തങ്ങൾക്കുണ്ട് എന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ നിലപാട്. ഇറാനിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഇടപെടലാണെന്നും പ്രക്ഷോഭകർക്ക് വിദേശത്തു നിന്ന് ആയുധം എത്തിച്ചെന്നും അബ്ബാസ് ആരോപിക്കുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും ഉന്നമിട്ടായിരുന്നു ഇത്. ഏറെ ഗൗരവത്തോടെയാണ് ഇറാനിലെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നും ശക്തമായ സൈനിക നീക്കം US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇറാനെതിരെ സൈനിക നടപടി പരിഗണനയിൽ എന്ന് പറയുമ്പോഴും പ്രഥമ പരിഗണന നയതന്ത്ര നീക്കത്തിനാണെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ട്രംപ് വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. ഇറാൻ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടതെന്ന് യോഗത്തിലാണ് തീരുമാനിക്കുക. ഇറാൻ നയതന്ത്രജ്ഞർക്ക് യൂറോപ്യൻ പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ വിഷയം ചർച്ചയാകുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ പേരിൽ സൈനിക ഇടപെടൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നിലപാട് ഇറാനെ കൂടുതൽ കടുത്ത പ്രതികരണത്തിലേക്ക് തള്ളുകയാണ്. ഇറാന്റെ ചരിത്രം തന്നെ തെളിയിക്കുന്നത് പുറം സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന രാജ്യമല്ല അത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മേഖലാതല പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമെന്ന് ഉറപ്പാണ്. ഇറാൻ തന്റെ വാക്കുകൾ പ്രവൃത്തിയാക്കി മാറ്റുന്ന സാഹചര്യം വന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരിക്കും. അമേരിക്കൻ സൈനിക ശക്തി വലുതാണെങ്കിലും ഇറാന്റെ പ്രതികരണം പരമ്പരാഗത യുദ്ധരീതികളിൽ ഒതുങ്ങില്ല. പ്രോക്സി ഗ്രൂപ്പുകൾ, സൈബർ ആക്രമണങ്ങൾ, കടൽ മാർഗ തടസ്സങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ ഇവയെല്ലാം ചേർന്ന ഒരു മൾട്ടി ഫ്രണ്ട് സംഘർഷത്തിനാണ് സാധ്യത. ഇതിന്റെ ആദ്യ ആഘാതം അനുഭവിക്കുക പശ്ചിമേഷ്യയായിരിക്കും. എന്നാൽ അതിന്റെ ചൂട് യൂറോപ്പിലും ഏഷ്യയിലും വരെ എത്തും. എണ്ണവില കുത്തനെ ഉയരും. ആഗോള വിപണികൾ തകരും. സാധാരണ ജനജീവിതം തന്നെ അസ്ഥിരമാകും. ഇറാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് ആത്മഹത്യാപരമായ ധാർഷ്ട്യമല്ല, മറിച്ച് ദീർഘകാലം ആയി തയ്യാറാക്കിയ പ്രതിരോധ തന്ത്രത്തിന്റെ ആത്മവിശ്വാസമാണ്. എന്നാൽ അതേസമയം യുദ്ധം ഇറാനെയും തകർക്കുമെന്ന യാഥാർത്ഥ്യവും അവർക്കറിയാം. അതിനാൽ തന്നെ ഇറാൻ ചെയ്യുക എന്നത് വെറും പ്രതികാരമല്ല, മറിച്ച് അമേരിക്കൻ അഹങ്കാരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ഭീഷണിയാണ് എന്ന് വിലയിരുത്തണം. പക്ഷേ തെറ്റായ കണക്കുകൂട്ടലുകൾ ഉണ്ടായാൽ ഈ ഭീഷണി യാഥാർത്ഥ്യമായി മാറും. ലോകം ഇന്നൊരു നിർണായക വഴിത്തിരിവിലാണ്. ഇറാൻ തന്റെ വാക്കുകൾക്ക് പിന്നിൽ ഉറച്ചു നിന്നാൽ അതൊരു രാജ്യത്തിന്റെ ധൈര്യപ്രകടനമായി മാത്രം വിലയിരുത്താനാകില്ല. അത് ആഗോള രാഷ്ട്രീയത്തിന്റെ തുലാസുകൾ തന്നെ തകർക്കുന്ന ഒരു നീക്കം തന്നെയായിരിക്കും. യുദ്ധത്തിന്റെ യഥാർത്ഥ വിജയികൾ ആരും ഉണ്ടാകില്ല. ഉണ്ടാവുക നഷ്ടം, നാശം, മനുഷ്യരക്തം. അത് ഇറാൻ പറഞ്ഞതുപോലെ ചെയ്താൽ ലോകം നൽകേണ്ടി വരുന്ന ഏറ്റവും വലിയ വിലയായിരിക്കും.